പൂയം നക്ഷത്രം നക്ഷത്രങ്ങളിലെ രാജാവ് എന്നാണ് അറിയപ്പെടുന്നത്. ശനിഗ്രഹമാണ് ഇതിന്റെ അധിപൻ. അതിനാൽ തന്നെ അധ്വാനശീലവും കാര്യപ്രാപ്തിയും കൂടപ്പിറപ്പാണ്. സാമ്പത്തിക കാര്യങ്ങളിൽ ഇവർ പൊതുവെ അതീവ ജാഗ്രത പുലർത്തുന്നവരും അനാവശ്യമായി പണം ചെലവഴിക്കാൻ ഇഷ്ടപ്പെടാത്തവരുമാണ്. എങ്കിലും കുടുംബത്തിനു വേണ്ടി മറ്റുള്ളവരെ സഹായിക്കാനും ഇവർ വലിയ തുകകൾ ചെലവാക്കാറുണ്ട്. 2026 ഓഗസ്റ്റ് മാസം ഈ അടിസ്ഥാന സ്വഭാവങ്ങളിൽ കാലാനുസൃതമായ മാറ്റങ്ങൾ വരുത്താൻ സാഹചര്യങ്ങൾ നിങ്ങളെ നിർബന്ധിച്ചേക്കാം. 2026 ഓഗസ്റ്റ് മാസത്തിൽ സൂര്യൻ കർക്കടകം രാശിയിൽ നിന്ന് ചിങ്ങം രാശിയിലേക്ക് മാറുന്നു. ഇത് കേരളീയരെ സംബന്ധിച്ചിടത്തോളം കൊല്ലവർഷം 1202 ആരംഭമാണ്. പൂയം നക്ഷത്രം നിൽക്കുന്നത് കർക്കടക രാശിയിലായതിനാൽ മാസത്തിന്റെ ആദ്യ പകുതിയിൽ ജന്മരാശിയിൽ സൂര്യന്റെ സാന്നിധ്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മാസത്തിന്റെ ആദ്യ പകുതിയിൽ സാമ്പത്തിക കാര്യങ്ങളിൽ ചെറിയ തോതിൽ അനിശ്ചിതത്വം അനുഭവപ്പെട്ടേക്കാം. തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ആശയക്കുഴപ്പം ഉണ്ടായേക്കാം. ഓഗസ്റ്റ് 17 ശേഷം സൂര്യൻ 2ാം ഭാവത്തിലേക്ക് മാറുന്നതോടെ സാമ്പത്തികമായ പുതിയ വഴിത്തിരിവുകൾക്ക് സാധ്യത തെളിയുന്നു. 2026 ഓഗസ്റ്റിൽ പൂയം നക്ഷത്രക്കാർക്ക് വരുമാനത്തിന്റെ കാര്യത്തിൽ ഒന്നിലധികം സ്രോതസ്സുകൾ തുറന്നു കിട്ടാൻ സാധ്യതയുണ്ട്. ഈ കാലയളവിൽ ശമ്പള വർധനവിനോ ഇൻസെന്റീവുകൾക്കോ ഉള്ള സാധ്യതകൾ നിലനിൽക്കുന്നു. പ്രത്യേകിച്ച് ബാങ്കിംഗ്, ടീച്ചിംഗ്, മാനേജ്മെന്റ് മേഖലകളിൽ ജോലി ചെയ്യുന്ന പൂയം നക്ഷത്രക്കാർക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ കണ്ടുവരുന്നു. പഴയ കുടിശ്ശികകൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഓഗസ്റ്റ് അവസാന വാരം കൂടുതൽ അനുയോജ്യമായേക്കാം. ചിങ്ങമാസം എത്തുന്നതോടെ വിപണിയിൽ ഉണ്ടാകുന്ന ഉണവ് പൂയം നക്ഷത്രക്കാരായ വ്യാപാരികൾക്ക് ഗുണകരമാകും. ഓണം സീസൺ മുന്നിൽ കണ്ടു നടത്തുന്ന സ്റ്റോക്കിംഗ് ലാഭകരമാകാൻ സാധ്യതയുണ്ട്. ഭക്ഷ്യവസ്തുക്കൾ, വസ്ത്രങ്ങൾ, നിർമ്മാണ സാമഗ്രികൾ എന്നിവയുമായി ബന്ധപ്പെട്ട ബിസിനസ്സുകളിൽ വരുമാനം വർദ്ധിക്കാൻ സാധ്യത കാണുന്നു. വലിയ നിക്ഷേപങ്ങൾ ഇറക്കുന്നതിന് മുൻപ് വിപണിയുടെ ഗതി കൃത്യമായി പഠിക്കുന്നത് നല്ലതാണ്. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കോ വിദേശ കമ്പനികളുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നവർക്കോ ഈ മാസം മികച്ച സാമ്പത്തിക നേട്ടങ്ങൾ പ്രവചിക്കപ്പെടുന്നു. കറൻസി മൂല്യത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായേക്കാം. വരുമാനം വർദ്ധിക്കുന്നത് പോലെ തന്നെ ചെലവുകളുടെ കാര്യത്തിലും പൂയം നക്ഷത്രക്കാർ ഈ മാസം ജാഗ്രത പാലിക്കണം. ചിങ്ങമാസം പിറക്കുന്നതോടെ ഓണം ആഘോഷങ്ങൾക്കായി വലിയൊരു തുക മാറ്റിവെക്കേണ്ടി വരും. കുടുംബാംഗങ്ങൾക്കായി വാങ്ങുന്ന വസ്ത്രങ്ങൾ, സമ്മാനങ്ങൾ, സദ്യ എന്നിവയ്ക്കായി പ്രതീക്ഷിച്ചതിലും കൂടുതൽ പണം ചെലവഴിക്കാൻ സാധ്യതയുണ്ട്. വീട് പെയിന്റ് ചെയ്യുന്നതിനോ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനോ സാധ്യതയുണ്ട്. ഇത് നിങ്ങളുടെ ബജറ്റിനെ ബാധിച്ചേക്കാം. മാതാപിതാക്കളുടെയോ പങ്കാളിയുടെയോ ആരോഗ്യ കാര്യങ്ങൾക്കായി ചെറിയ തോതിൽ പണം ചെലവഴിക്കേണ്ടി വന്നേക്കാം. ഇൻഷുറൻസ് പരിരക്ഷകൾ കൃത്യമാണെന്ന് ഉറപ്പുവരുത്തുക. വാഹനങ്ങൾക്കായി അപ്രതീക്ഷിത ചെലവുകൾ വരാൻ സാധ്യതയുള്ളതിനാൽ ദീർഘദൂര യാത്രകൾക്ക് മുൻപ് വാഹനം പരിശോധിക്കുന്നത് നന്നായിരിക്കും. 2026 ഓഗസ്റ്റ് നിക്ഷേപങ്ങൾക്ക് വളരെ അനുയോജ്യമായ സമയമാണ്. എന്നാൽ അവ അതീവ ജാഗ്രതയോടെ വേണം ചെയ്യാൻ. കേരളീയ സംസ്കാരത്തിൽ ചിങ്ങമാസത്തിൽ സ്വർണം വാങ്ങുന്നത് ഐശ്വര്യമായി കരുതപ്പെടുന്നു. പൂയം നക്ഷത്രക്കാർക്ക് ദീർഘകാലാടിസ്ഥാനത്തിൽ സ്വർണത്തിൽ നിക്ഷേപിക്കുന്നത് ഗുണകരമാകാൻ സാധ്യതയുണ്ട്. ഭൂമി വാങ്ങാൻ ആലോചിക്കുന്നവർക്ക് മാസത്തിന്റെ 2ാം പകുതി അനുകൂലമാണ്. എന്നാൽ രേഖകൾ കൃത്യമായി പരിശോധിക്കാതെ അഡ്വാൻസ് തുക നൽകുന്നത് ഒഴിവാക്കണം. നിങ്ങൾ ഓഹരി വിപണിയിൽ നിക്ഷേപിക്കുന്നവരാണെങ്കിൽ ബ്ലൂ ചിപ്പ് കമ്പനികളിലോ സ്ഥിരതയുള്ള സെക്ടറുകളിലോ നിക്ഷേപിക്കുന്നത് പരിഗണിക്കാം. ഊഹക്കച്ചവടം ഈ മാസം നിങ്ങൾക്ക് ദോഷം ചെയ്തേക്കാം. സ്ഥിരമായ നിക്ഷേപശീലങ്ങൾ തുടങ്ങാൻ ചിങ്ങം 1 നല്ലൊരു ദിവസമായി തിരഞ്ഞെടുക്കാം. കടബാധ്യതകൾ പൂയം നക്ഷത്രക്കാരെ മാനസികമായി തളർത്താറുണ്ട്. ഈ മാസം അവ കൈകാര്യം ചെയ്യാൻ ചില പ്രത്യേക സാധ്യതകൾ നിലനിൽക്കുന്നു. ചിങ്ങമാസത്തിലെ അധിക വരുമാനം ഉപയോഗിച്ച് ചെറിയ കടങ്ങൾ തീർക്കാൻ ശ്രമിക്കുന്നത് മനസ്സമാധാനം നൽകും. പലിശ കൂടുതലുള്ള ലോണുകൾ ആദ്യം ക്ലോസ് ചെയ്യാൻ ശ്രമിക്കുക. ഈ മാസം വലിയ തുകകൾ ലോൺ എടുക്കുന്നത് ഒഴിവാക്കുന്നതാണ് നല്ലത്. പ്രത്യേകിച്ച് ആഡംബര വസ്തുക്കൾ വാങ്ങാൻ ലോൺ എടുക്കുന്നത് ഭാവിയിൽ ബാധ്യതയായേക്കാം. മറ്റൊരാൾക്ക് വേണ്ടി സാമ്പത്തിക കാര്യങ്ങളിൽ ജാമ്യം നിൽക്കുന്നത് ഈ മാസം ഒഴിവാക്കുക. അത് നിങ്ങളെ നിയമപരമായോ സാമ്പത്തികമായോ ബാധിക്കാൻ സാധ്യതയുണ്ട്. ഓഗസ്റ്റ് മാസത്തിന്റെ പകുതിയോടെ എത്തുന്ന ചിങ്ങമാസം പൂയം നക്ഷത്രക്കാർക്ക് നൽകുന്നത് പുതിയ പ്രതീക്ഷകളാണ്. ഗ്രഹനില അനുകൂലമാകുന്നതോടെ മുടങ്ങിക്കിടന്ന പല കാര്യങ്ങളും പുനരാരംഭിക്കാൻ സാധിക്കും. ഭാഗ്യക്കുറിയിലോ മറ്റു മത്സരങ്ങളിലോ അപ്രതീക്ഷിത വിജയം ലഭിക്കാനുള്ള സാധ്യതകൾ ജ്യോതിഷം തള്ളിക്കളയുന്നില്ല. സ്വന്തമായി ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ചിങ്ങമാസത്തിലെ അനുകൂല ദിനങ്ങൾ ഉപയോഗപ്പെടുത്താം. പങ്കാളിത്ത ബിസിനസ്സുകളിൽ ഏർപ്പെടുമ്പോൾ ലാഭവിഹിതത്തെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടാക്കുന്നത് നന്നായിരിക്കും. പൂയം നക്ഷത്രക്കാർക്ക് ഈ മാസം വരുമാനം വർദ്ധിപ്പിക്കാൻ ചില കാര്യങ്ങൾ പരീക്ഷിക്കാവുന്നതാണ്. നിങ്ങളുടെ തൊഴിൽപരമായ അറിവ് ഉപയോഗിച്ച് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ അധിക ജോലി കണ്ടെത്താൻ ശ്രമിക്കുക. വീട്ടുവളപ്പിൽ ചെറിയ രീതിയിലുള്ള കൃഷി ആരംഭിക്കുന്നത് ചിങ്ങമാസത്തിൽ ഗുണകരമാണ്. ഇത് സാമ്പത്തിക ലാഭത്തോടൊപ്പം മാനസിക സന്തോഷവും നൽകും. സേവിങ്സ് ആണ് ഏറ്റവും വലിയ വരുമാനമെന്ന് തിരിച്ചറിയുക. ബജറ്റ് പ്ലാൻ ചെയ്ത് ചെലവഴിക്കുന്നത് വഴി മാസാവസാനം നല്ലൊരു തുക മിച്ചം പിടിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ മേഖലയിലുള്ള പുതിയ കോഴ്സുകൾ ചെയ്യുന്നത് ഭാവിയിൽ ശമ്പള വർധനവിന് വഴിയൊരുക്കും. സാധ്യതകൾ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കണമെന്നില്ല. ശ്രദ്ധിക്കേണ്ട വെല്ലുവിളികൾ നോക്കുമ്പോൾ സാമ്പത്തിക ഇടപാടുകളിൽ സുഹൃത്തുക്കളാണെങ്കിൽ പോലും അമിതമായി വിശ്വസിക്കുന്നത് ഈ മാസം ഗുണകരമാകില്ല. പണം നൽകുന്നതും വാങ്ങുന്നതും കൃത്യമായ രേഖകളുടെ അടിസ്ഥാനത്തിലായിരിക്കണം. വിഷമത്തിലോ ദേഷ്യത്തിലോ ഇരിക്കുമ്പോൾ വലിയ സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കരുത്. ഇത് പിന്നീട് നഷ്ടങ്ങൾക്ക് കാരണമായേക്കാം. ടാക്സ്, ഇൻഷുറൻസ് തുടങ്ങിയവ കൃത്യസമയത്ത് അടയ്ക്കാൻ ശ്രദ്ധിക്കുക. അശ്രദ്ധ മൂലം ഫൈൻ അടയ്ക്കേണ്ട സാഹചര്യം വന്നേക്കാം. പൂയം നക്ഷത്രക്കാർക്ക് ഈ മാസം സാമ്പത്തിക വിജയം കൈവരിക്കാൻ ഏറ്റവും ആവശ്യം ക്ഷമയാണ്. ശനിയുടെ സ്വാധീനമുള്ളതിനാൽ ഫലങ്ങൾ ലഭിക്കാൻ അല്പം കാലതാമസം നേരിട്ടേക്കാം. എന്നാൽ ലഭിക്കുന്ന ഫലങ്ങൾ സ്ഥിരതയുള്ളതായിരിക്കും.
പോസിറ്റീവ് മൈൻഡ് സെറ്റ് വളർത്തിയെടുക്കുക. കടങ്ങളെ കുറിച്ച് ഓർത്ത് ആകുലപ്പെടുന്നതിനേക്കാൾ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുക. ശനിദോഷങ്ങൾ കുറയ്ക്കാൻ ശനിയാഴ്ചകളിൽ പൂർണ്ണമായോ ഭാഗികമായോ വ്രതമെടുക്കുന്നത് സാമ്പത്തിക അച്ചടക്കം നൽകും. വിഘ്നങ്ങൾ നീങ്ങാൻ മാസത്തിന്റെ തുടക്കത്തിൽ ഗണപതി ഹോമം നടത്തുന്നത് ഉചിതമായിരിക്കും. ദിവസവും വൈകുന്നേരങ്ങളിൽ മഹാലക്ഷ്മി സ്തോത്രം ജപിക്കുന്നത് വീട്ടിൽ ഐശ്വര്യം നിറയാൻ സഹായിക്കും. ശനിയാഴ്ചകളിൽ കറുത്ത ഇളവോ പുതപ്പോ പാവപ്പെട്ടവർക്ക് ദാനം ചെയ്യുന്നത് ശനിപ്രീതിക്കും സാമ്പത്തിക ഉന്നതിക്കും സഹായിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഓഗസ്റ്റ് മാസം പൂയം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം രണ്ട് വ്യത്യസ്ത ഭാവങ്ങളുള്ള മാസമാണ്. മാസത്തിന്റെ ആദ്യ പകുതിയിൽ അനുഭവപ്പെട്ടേക്കാവുന്ന മന്ദതയോ സാമ്പത്തിക തടസ്സങ്ങളോ കണ്ട് നിരാശപ്പെടേണ്ടതില്ല. പണമിടപാടുകളിൽ ചെറിയ തോതിലുള്ള കാലതാമസം നേരിടാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇത് നിങ്ങളുടെ പരാജയമല്ല, മറിച്ച് അടുത്ത വലിയ കുതിച്ചുചാട്ടത്തിന് മുൻപുള്ള ഒരു തയ്യാറെടുപ്പായി കാണണം. ചിങ്ങമൊന്നിന്റെ വരവോടെ അന്തരീക്ഷത്തിൽ പോസിറ്റീവ് ഊർജ്ജം നിറയുകയും നിങ്ങളുടെ സാമ്പത്തിക പദ്ധതികൾക്ക് വേഗത കൂടുകയും ചെയ്യും. ഈ മാറ്റം കേവലം വരുമാനത്തിൽ മാത്രമല്ല, നിങ്ങളുടെ ചിന്താഗതിയിലും തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവിലും പ്രകടമാകും. പൂയം നക്ഷത്രക്കാരുടെ ജന്മസിദ്ധമായ ഗുണമാണ് കഠിനാധ്വാനം. 2026 ഓഗസ്റ്റിൽ ഈ ഗുണത്തോടൊപ്പം സാമ്പത്തിക അച്ചടക്കം കൂടി ചേർത്താൽ വലിയ നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കും. വരുമാനം വർദ്ധിക്കാനുള്ള സാധ്യതകൾ തെളിയുമ്പോൾ തന്നെ ഓണം പോലുള്ള ആഘോഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ വലിയ ചെലവുകൾ വച്ചു നീട്ടും. ഇവിടെയാണ് ഒരു പൂയം നക്ഷത്രക്കാരന്റെ വിവേകം പരീക്ഷിക്കപ്പെടുന്നത്. ആഘോഷങ്ങൾക്കായി പണം ചെലവഴിക്കുമ്പോൾ അത് കടം വാങ്ങിയാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ബജറ്റ് മുൻകൂട്ടി തയ്യാറാക്കുന്നതും അനാവശ്യമായ ആഡംബരങ്ങൾ ഒഴിവാക്കുന്നതും വഴി മാസാവസാനം നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു സമ്പാദ്യം കൈവശം വെക്കാൻ സാധിക്കും. പണം വരുന്നത് പല വഴികളിലൂടെയാകാം, പക്ഷേ അത് നിലനിർത്തുന്നത് നിങ്ങളുടെ ആസൂത്രണത്തിലൂടെ മാത്രമായിരിക്കും. നിക്ഷേപങ്ങളുടെ കാര്യത്തിൽ ഈ മാസം കാത്തിരുന്ന് കാണുക എന്ന നയത്തേക്കാൾ ബുദ്ധിപൂർവ്വം ചൂടുവെക്കുക എന്ന നയമായിരിക്കും ഉചിതം. സ്വർണത്തിലോ ഭൂമിയിലോ ഉള്ള ദീർഘകാല നിക്ഷേപങ്ങൾ നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കാൻ സഹായിക്കും. എന്നാൽ പെട്ടെന്ന് പണം ഇരട്ടിയാക്കാമെന്ന വാഗ്ദാനവുമായി വരുന്ന സ്കീമുകളിൽ വീണു പോകാതിരിക്കാൻ ജാഗ്രത പാലിക്കണം. കടബാധ്യതകൾ ഉള്ളവർക്ക് അത് കുറയ്ക്കാൻ ലഭിക്കുന്ന ഏതൊരു ചെറിയ അവസരവും പാഴാക്കരുത്. ചിങ്ങമാസത്തിലെ ഐശ്വര്യം നിങ്ങളുടെ കടങ്ങൾ വീട്ടാനുള്ള വഴി തുറന്നു തന്നേക്കാം. പുതിയ ബാധ്യതകൾ എടുക്കാതിരിക്കുക എന്നത് ഈ മാസത്തെ ഏറ്റവും വലിയ സാമ്പത്തിക വിജയമായി കണക്കാക്കാം. ചുരുക്കത്തിൽ 2026 ഓഗസ്റ്റ് മാസം പൂയം നക്ഷത്രക്കാർക്ക് സാമ്പത്തിക സുരക്ഷിതത്വത്തിലേക്കുള്ള ഒരു ചവിട്ടുപടിയാണ്. പഴയ ബാധ്യതകൾ തീർക്കാനും പുതിയ വരുമാന മാർഗങ്ങൾ കണ്ടെത്താനും നിക്ഷേപങ്ങൾ തുടങ്ങാനും ഈ മാസം നിങ്ങൾക്ക് അവസരം ലഭിക്കും. ചിങ്ങമെന്ന പുണ്യമാസം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത് കേവലം ആഘോഷങ്ങൾ മാത്രമല്ല, മറിച്ച് വരാനിരിക്കുന്ന ഒരു വർഷത്തേക്കുള്ള സാമ്പത്തിക ഭദ്രതയുടെ അടിത്തറ കൂടിയാണ്. ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോവുക. നിങ്ങളുടെ കഠിനാധ്വാനത്തിന് അർഹമായ പ്രതിഫലം ലഭിക്കുന്ന ഒരു കാലഘട്ടമാണിത്. അനാവശ്യമായ ആശങ്കകൾ വെടിഞ്ഞ് ലഭ്യമായ അവസരങ്ങളെ പരമാവധി പ്രയോജനപ്പെടുത്തിയാൽ 2026 ഓഗസ്റ്റ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ച സാമ്പത്തിക മാസങ്ങളിൽ ഒന്നായി മാറുമെന്നതിൽ സംശയമില്ല. ഐശ്വര്യപൂർണമായ ഒരു ചിങ്ങപ്പുലരിയും സാമ്പത്തികമായ ഉന്നതിയുള്ള ഒരു മാസവും നിങ്ങൾക്ക് ആശംസിക്കുന്നു.